കുറച്ച് പഴുത്ത വരിക്കച്ചക്ക എടുത്തിട്ടുണ്ട്. പഴഞ്ചക്ക ആയാലും കുഴപ്പമൊന്നുമില്ല. അത് മിക്സി ജാറിലേക്ക് കുരുവൊക്കെ കളഞ്ഞ് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കണം. പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി അതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഒരു അരക്കപ്പോളം കോൺഫ്ലവർ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ട് മിക്സാക്കി കൊടുക്കണം. ഓവറായി ഒഴിച്ചു കൊടുക്കരുത്. അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അതിലേക്ക് ഒരു ഇച്ചിരി ഉപ്പ് മധുരം ബാലൻസ് ചെയ്യാൻ ഇട്ട് കൊടുക്കണം. 1/2 ടീസ്പൂൺ വാനില എസൻസോ അല്ലെങ്കിൽ ഏലക്കായ പൊടിച്ചതോ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സാക്കി കൊടുക്കണം. ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വേണം ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. കോൺഫ്ലവറിൽ ഇട്ടതല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് അടിക്ക് പിടിക്കും. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഗീ കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് മൊത്തത്തിൽ അങ്ങ് മിക്സാക്കി കൊടുക്കണം. ഇത്രയും തിക്കായിരിക്കണം. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഒരു പാത്രത്തിലേക്ക്, ഏത് പാത്രമായാലും മതിയേ, ഗീ ആക്കി കൊടുത്തിട്ട് ഇത് ഒഴിച്ചു കൊടുക്കണം. മുകളിലേക്ക് കൂടി കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കണം. ഒന്ന് ലെവൽ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അത് നമുക്ക് 2 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാം. നന്നായി തണുക്കണേ, ഫ്രിഡ്ജിലായിരിക്കണം, ഫ്രീസറിലല്ല. എന്നിട്ട് ഇതുപോലെ കട്ടാക്കി എടുക്കണം. ഡെസിക്കേറ്റ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അതിലേക്ക് മുക്കിയെടുക്കണം. നല്ല ടേസ്റ്റാണ്. അല്ലാതെയും നമുക്ക് കഴിക്കാൻ ടേസ്റ്റ് തന്നെയാണ്. ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യണേ. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.